പിന്നെ ഇട സൈഡിലേക്ക് നോക്കുക, വീണ്ടും വല സൈഡിൽ നോക്കുക. സുരക്ഷിതമാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യുക. നിങ്ങൾ ഓടണ്ട, നിങ്ങൾ പതുകയും പോകണ്ട, മീഡിയം സ്പീഡിൽ മുന്നോട്ട് പോയി റോഡ് ക്രോസ് ചെയ്യുക. സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ സീബ്ര ക്രോസിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. കുട്ടികളെ അത് പരിശീലിപ്പിക്കണം. സീബ്ര ക്രോസിംഗിലൂടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇവിടെ വാഹനം ഓടിക്കുന്ന മറ്റുള്ളവർ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, സീബ്ര ക്രോസിംഗിൽ ഏതെങ്കിലും ഒരു വ്യക്തി കാലെടുത്ത് വെക്കുകയാണ്, അയാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ റോഡിൽ ആരാണ് പ്രാമുഖ്യമുള്ള ആള്? ആരാണ്? ആ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾ, അയാൾ പെഡസ്ട്രിയൻ എന്നാണ് പറയുക, കാൽനട യാത്രികർ, അയാൾക്കാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ ഒരാൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ വാഹനം ചവിട്ടി നിർത്തി കൊടുക്കുക. ലോകത്ത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അവരെ ഒന്ന് ഭയപ്പെടുത്താൻ കൂടി നമ്മൾ നോക്കും. ഒന്ന് പാഞ്ഞയുടെ അടുത്തൂടെ പോകാൻ നമ്മൾ സാധാരണ നോക്കാറ്. നമ്മൾ അങ്ങനെ ചെയ്യരുത്. സീബ്ര ക്രോസിംഗ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യത്തിൽ കൃത്യമായിട്ട് പാലിച്ച് വേണം റോഡ് ക്രോസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെ അലക്ഷ്യമായിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. നമ്മുടെ അടുത്ത് ഒത്തിരി ഇത് സംബന്ധിച്ച വാർത്തകളും വീഡിയോസൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനത്തെ പല സ്ഥലങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കുട്ടി വിരളിൽ പിടിച്ചിരിക്കുന്നു. ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നു, റോഡിലൂടെ നടന്നു പോകുന്നു, എന്റെ കയ്യിൽ കുഞ്ഞു പിടിച്ചിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ മറക്കും, ഞാൻ ഫോണിന്റെ ആയിപ്പോവും, കുട്ടി റോഡിലേക്ക് പോകും. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു സമയത്ത് നമുക്ക് അതിന്റെ പ്രസന്റേഷൻ ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. കുട്ടികൾ നമ്മൾ വേണം പിടിക്കാനായിട്ട്, അവർ കുഞ്ഞുങ്ങളാണ്, അവരെ കയ്യിൽ വേണം നമ്മൾ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. പരമാവധി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് തിരക്കേറിയ റോഡിൽ പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നടന്നുകൊണ്ട് യൂസ് ചെയ്യാതിരിക്കുക. വാഹനം ഓടിക്കുമ്പോഴായാലും റോഡ് ക്രോസ് ചെയ്യുമ്പോഴായാലും മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുക. അങ്ങനെ അപകടം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ വാഹനം നമ്മുടെ വീടിന് മുന്നേ വന്ന് നിൽക്കുകയാണ്, ബസ് വന്ന് നിൽക്കുകയാണ്, സ്കൂൾ ബസ് വന്ന് നിൽക്കുകയാണ്. സ്കൂൾ ബസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല സ്കൂൾ ബസ്. നിങ്ങൾ ഓൺ അറേഞ്ച്മെന്റ് ഇല്ലേ? ഇതിനകത്തിരിക്കുന്ന എല്ലാ രീതിയിൽ പോകുന്നവരാണ്, ഈ വണ്ടിയിൽ പോകുന്നവരാണ്. ഓൺ അറേഞ്ച്മെന്റ് മറ്റ് പ്രൈവറ്റ് വാഹനം വിളിച്ചിട്ട് നിങ്ങൾ വരില്ലേ? അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കുട്ടികളുടെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സ്കൂൾ വണ്ടി എന്ന് പറയാം. അതിനകത്ത് ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് എഴുതിയിരിക്കണം. മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കാണുമല്ലോ. അപ്പൊ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ വരുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് നീല അക്ഷരത്തിൽ എഴുതിയിരിക്കണം. അതിനകത്ത് സ്കൂളിന്റെ പേര് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ഫോൺ നമ്പർ, സ്കൂളിന്റെ ഫോൺ നമ്പറും എഴുതാൻ ആ ഡ്രൈവറും അതിന്റെ ഓണറും ബാധ്യസ്ഥനാണ്. അത്തരം കാര്യങ്ങളാണോ, അത്തരം വാഹനങ്ങളാണോ ഇവിടെ വരുന്നതെന്ന് ഇവിടുത്തെ അധികൃതർ ശ്രദ്ധിക്കുക. അല്ലാതെ മറ്റു വാഹനത്തിൽ കുത്തി നിറച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, വികസിത രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ സ്കൂൾ ഏരിയ നമ്മൾ ഒഴിവാക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് ഇങ്ങനെ എടുത്ത് നോക്കും, എനിക്ക് ഈ ഏരിയയിൽ പോകണം, അവിടെ സ്കൂളുണ്ട്, ഞാൻ പരമാവധി ആ ഏരിയയിൽ പോകില്ല. കാരണം സ്കൂൾ ഏരിയയിൽ ഒരു ഒഫൻസ് കാണിക്കുന്നവർക്ക് അവിടെ ഡബിൾ ശിക്ഷയാണ്, അവിടെ ലൈസൻസ് എന്നേക്കുമായി പോകും. അത്തരത്തിലാണ് സ്കൂൾ ഏരിയകളെ, സ്കൂൾ സോണുകളെ വികസിത രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 10 മണിക്കും വൈകിട്ട് 3:30-4 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേരിങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നതും ഷോ കാണിക്കുന്നതും റോഡിലിങ്ങനെ മത്സരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. യൂട്യൂബർമാരുടെയും ബ്ലോഗർമാരുടെയും ഇൻസ്റ്റഗ്രാമറുടെയും ഒക്കെ കളിസ്ഥലമാണ് റോഡ്. അവരുടെ മത്സര സ്ഥലങ്ങളാണ് റോഡ്. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ആ രീതിയിലേക്കാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ബോധവൽക്കരണം ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇവർ കാണുന്ന റോഡ് മറ്റുള്ളവരെ ഷോ കാണിക്കാനുള്ള, മത്സരിക്കാനുള്ള സ്ഥലമായിട്ട് ആ രീതിയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരും. ഇന്ന് പല അമ്മമാരുടെയും കരച്ചിൽ ഞങ്ങൾ കാണാറുണ്ട്. കാരണം കുട്ടികൾ വാഹനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ, ലൈസൻസ് ഇല്ലാത്ത കുട്ടി വാഹനം ഓടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആർക്കാണ് ബുദ്ധിമുട്ടെന്ന് അറിയാമോ? ആ കുട്ടിക്കല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു, 2 പേരെ ഇടിച്ചു വന്ന 17-കാരന് 15 ദിവസം കമ്മ്യൂണിറ്റി സർവീസ് കൊടുത്ത് പറഞ്ഞു 2 പേരെ ഇടിച്ചു വന്നത്. ആ മദ്യപിച്ചിട്ട് കാർ ഓടിച്ചു വന്നതാണ്. പക്ഷെ അവന്റെ അച്ഛനെയാണ് അറസ്റ്റ് ചെയ്തത്. അച്ഛനെ 3 വർഷം തടവ് കിട്ടാം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 1 വർഷം സസ്പെൻഡ് ചെയ്യും. ഈ കുട്ടിക്ക് പിന്നെ 25 വയസ്സ് കഴിഞ്ഞ് മാത്രമേ ലൈസൻസ് കിട്ടുകയുള്ളൂ. ഇതിന് പുറമെ 3 വർഷം തടവും 25,000 ഫൈനും കൂടി ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പൊ ഇവരുടെയൊക്കെ ചേട്ടന്മാരെ കാണുമല്ലോ, കൊച്ചുകുട്ടി അമ്മ ഓടിക്കും കേട്ടോ, വണ്ടി ഓടിക്കും, നന്നായിട്ട് ഓടിക്കും എന്ന് പറഞ്ഞാണ് നമ്മള് പാല് മേടിക്കാൻ അതിനൊക്കെ വണ്ടി കൊടുത്ത് വിടുമ്പോ ഇവൻ റോഡിലിറങ്ങി എന്തെങ്കിലും പണി കാണിക്കുക, എന്തെങ്കിലും ഒഫൻസ് പിടിക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ഉത്തരവാദി. വാഹനത്തിന്റെ ഓണർ, സെക്കൻഡ് ഇതിന്റെ പാരന്റ്, ഇവർ രണ്ടുമാണ് ഉത്തരവാദി. നിങ്ങളെ 3 വർഷം വരെ ഇംപ്രിസൺമെന്റ്, തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. നിരവധി വാർത്തകൾ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ ചെന്ന് ചാടരുത്. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ
റോഡിൽ വാഹനം ഓടിക്കാൻ അവൻ പ്രാപ്തനാവുകയുള്ളൂ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അതുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ നിങ്ങൾ സ്കൂട്ടറൊക്കെ എടുത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഗിയർലെസ് വാഹനമാകുമ്പം ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് നല്ല സ്കില്ലുണ്ട്. അവർ കുഞ്ഞിലെ തന്നെ സൈക്കിൾ ഓടിച്ച് വരുന്നവരാണ്. അവർക്ക് സ്കൂട്ടർ കൊടുത്തവർ നന്നായിട്ട് പോകും. നിങ്ങൾ ഓടിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സ്കില്ലായിട്ട് അവർ ഓടിക്കും വാഹനം. പക്ഷേ കാര്യമാക്കരുത്, ഒരു കാരണവശാലും നിങ്ങൾ അതിന്റെ കീയൊക്കെ സൂക്ഷിക്കണം, നിങ്ങൾ കൊടുത്തു വിടരുത്. ഒന്ന്. രണ്ട്, മറ്റു പലപ്പോഴും പറയാനുള്ള, നിങ്ങളുടെ സ്കൂട്ടറിന്റെ മുന്നിലാണ് കുട്ടികളെ ഇരുത്തി വണ്ടി ഓടിക്കുന്നതെങ്കിൽ, സ്ത്രീകളുടെ പലപ്പോഴും സംഭവിക്കാറുള്ളത്, നമ്മൾ ഫോൺ വരുമ്പോൾ ഫോൺ എടുക്കും, വാഹനം നിർത്തിയിരിക്കുകയാണ്, സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്, കുട്ടി മുന്നിൽ നിൽപ്പുണ്ട്, അവിടെ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒരു അപകടം സംഭവിക്കാൻ സാധ്യത എന്താണ്? ആക്സിലേറ്റർ കൊടുക്കും. നിരവധി സംഭവമാണ്. കുട്ടി ആക്സിലേറ്റർ കൊടുക്കുന്നു, വാഹനം മുന്നോട്ട് പോകുന്നു, അപകടത്തിൽ പെടുന്നു. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. രണ്ട്, മിനിയാന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു, കൊട ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോകും, അല്ലേ? പുറകിൽ കൊട പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾ മരണപ്പെടുകയുണ്ടായി. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാറുണ്ട്, അറിഞ്ഞു വീഴുന്നത്. ഒരു നിയന്ത്രണമില്ല. നിങ്ങൾ പിറകെ കൊട പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നു, പറയണം ആരെയായിക്കോട്ടെ വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾ പിറകെ കൊട പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കാറ്റ് പിടിച്ച് നിങ്ങളെ എടുത്തുകൊണ്ട് പോകും, തലയിടിച്ച് തന്നെ താഴെ വീഴും. കുട്ടികൾക്ക് കൊടുക്കുക, അറിഞ്ഞോട്ടെ, കുട്ടികൾക്ക് പറ്റുന്ന റെയിൻകോട്ട് മേടിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും വാഹനത്തിരുന്ന് കൊട നിവർത്തുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ, കാർ ഡോറ് പലപ്പോഴും വലിച്ച് തുറന്ന് സൈഡിൽ ഇരുന്നവർക്ക് അപകടം ഉണ്ടാവാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഡച്ച് റിച്ച് മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. പെട്ടെന്ന് പറയുന്നത്, നിങ്ങളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് പറയുന്നുള്ള സാധാരണ അപകടം നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഡോർ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഡോർ പുറത്തേക്ക് തുറന്നിറങ്ങി സൈഡിൽ വരുന്നവർ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കല്ലറ തന്നെ ഒരു കുഞ്ഞുകുട്ടി അമ്മയും അങ്ങനെ മരണപ്പെട്ടു പോയി. അപ്പൊ ഡച്ച് റിച്ച് മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത്, ഏത് സൈഡിലാണോ ഡോർ ഉള്ളത് അതിന്റെ മറുഭാഗത്തെ കൈ ഉപയോഗിച്ച് വേണം ഡോർ തുറക്കാൻ. എന്തിനാണ്? അപ്പൊ നമ്മൾ പുറകോട്ട് നമ്മൾ ചരിയല്ലേ, പുറകുന്ന് വരുന്ന വാഹനങ്ങൾ കാണാനിടയാവും. മനസ്സിലാവുന്നില്ലേ? സാധാരണ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങണം രീതിയിൽ നമ്മൾ ഡോർ തുറന്നിറങ്ങും. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് മറ്റേ കൈ ഉപയോഗിച്ച് വേണം ഡോറ് തുറക്കാനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള അപകടങ്ങൾ മാക്സിമം ഒഴിവാകും. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊടുക്കുന്നത് ഈ നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോകുന്നത്, കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, ചില മറ്റൊരായിരിക്കും കൊണ്ടിറങ്ങുന്നത്, അതും മറ്റു ലേഡിയോ ആരായിക്കോട്ടെ. പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്കൂൾ ബസിന്റെ മറവിൽ നിന്നുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യും. ദാരുണമായ തൃശ്ശൂർ ഒരു കുഞ്ഞ് മരിക്കുകയുണ്ടായി. ഈ നിർത്തിയിരിക്കുന്ന, ഞാൻ പറയാൻ മനസ്സിലാവുന്നത്, റോഡ് വണ്ടികൾ നിർത്തിയിരിക്കുന്നു, ഈ വാഹനം തൊട്ട് പറയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യിക്കുന്നു, ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ പാഞ്ഞു ഇതിലിടിക്കുന്നു. ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മറവിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. അത് മരമായിക്കോട്ടെ, നിർത്തിയിട്ടിരിക്കുന്ന വാഹനമായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഒരു മറവിൽ നിന്നുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ വന്നിട്ട് ഓട്ടോറിക്ഷയിൽ നിർത്തിയിട്ടിരിക്കും, അതിന്റെ മറവിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യും. ഓട്ടോറിക്ഷയുടെ പ്രത്യേകതയായിട്ട് ഒരിക്കലും എന്റെ ബാക്ക് ഭാഗം കാണാൻ പറ്റില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മളെ കണ്ടു എന്ന് ഉറപ്പിക്കുകയിൽ മാത്രമേ നിങ്ങൾ ഓട്ടോറിക്ഷയുടെ പുറകിലോട്ട് പോലും ചെല്ലാൻ പാടുള്ളൂ. കുട്ടികളുമായിട്ട് അവർ പെട്ടെന്ന് പുറകിലോട്ടൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുട്ടികളെ അറ്റത്ത് താഴെ ഇറക്കുകയാണ്, നിങ്ങൾ കുട്ടി റിസീവ് ചെയ്തു അല്ലെങ്കിൽ അറ്റത്ത് തന്നെ ഇറക്കുകയാണെങ്കിൽ ഒരു 20 മീറ്ററെങ്കിലും മുന്നോട്ട് മാറിയിട്ട് അല്ലെങ്കിൽ പിന്നോട്ട് മാറിയിട്ട് മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ റോഡിന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവർക്ക് നിങ്ങൾ വിസിബിൾ ആകുകയുള്ളൂ. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പറ്റുന്നത് നിങ്ങളുടെ മാത്രമല്ല, കുട്ടികളുടെ കൂടെയാണ്. ഈ ഒരു ഹാബിറ്റ് നമുക്ക് വളർന്നു വരണം. പിന്നെ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, റോഡിൽ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നുവെങ്കിൽ, പാർക്ക് ചെയ്തിരിക്കുന്നല്ല, വാഹനം നിർത്തിയിട്ടിരിക്കുന്നുവെങ്കിൽ അതിനെ കടന്നു പോകുമ്പം ശ്രദ്ധിക്കണം. കാരണം ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട്, ബസ് അവിടെ എന്ത് വാഹനമാക്കണം, അതിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളുണ്ടാവും ചിലപ്പോ. അത്തരം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കട്ടപ്പന അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് വണ്ടി തന്നെ ഇടിക്കാനുണ്ടായിരുന്നു. ഒരു ബസ് നിർത്തിയിട്ടിരുന്നു, അതിനെ ക്രോസ് ചെയ്ത് ജീപ്പ് പോകുന്നു. പെൺകുട്ടിയായിരുന്നു. ആ കുഞ്ഞിന്റെ ഒരു കൈയും കാലും നഷ്ടപ്പെടുകയുണ്ടായി. പോലീസ് വണ്ടിയാണ് ഇടിച്ചത്. വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വളവ് ഭാഗങ്ങളിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. നമുക്ക് മുന്നോട്ട് വിസിബിലിറ്റി ഇല്ലാത്ത ഭാഗത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല.
ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് നല്ലതാണെങ്കിലും റോഡ് നല്ലതാണ്. നമ്മൾ എന്തൊരു വീഡിയോസ് ഇട്ടാലും താഴെ ഒരു കമന്റ് വരും, നിങ്ങൾ ആദ്യം റോഡ് നന്നാക്കുന്ന കമന്റാണ് നമുക്ക് MPD ഉദ്യോഗസ്ഥരിൽ നമുക്ക് ആദ്യം കിട്ടാറുള്ളത്. ആ ഒരു കമന്റ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കണക്കുകളെല്ലാം കാണിക്കുന്നത് നല്ല റോഡാണെങ്കിൽ അപകടം കൂടുതലായിട്ടാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല റോഡ്, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന റോഡാണ് നമ്മുടെ വെഞ്ഞാറമൂട് ഭാഗത്തൂടെ കടന്നു പോകുന്ന മെയിൻ ക്രോസ് റോഡ്, അല്ലെങ്കിൽ അതിനെ സുരക്ഷിത ഇടനാഴി എന്നൊക്കെ പറയുന്ന സേഫ് കോറിഡോർ എന്ന് പറയുന്ന റോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ആ റോഡിലാണ്. എന്തായിരിക്കും കാര്യം? വേഗത കൂട്ടിയാണ് നമ്മള്. മറ്റു രാജ്യങ്ങളെ നോക്കിക്കാണാം, അവിടെ 40 km/h എന്ന സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകില്ല. എത്ര റോഡ് ഫ്രീ ആണെങ്കിലും ഡ്രൈവേഴ്സ് പോകില്ല. പക്ഷെ നമ്മളിവിടെ ഫ്രീ റോഡ് കിട്ടി നമ്മൾ പാഞ്ഞു പോവുകയാണ് ഉണ്ടാകുന്നത്. ഈ റോഡിൽ കുണ്ടുകുഴി ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പോകും, അതിന് വേണ്ടി ചിലപ്പോൾ പറ്റും ചെറിയ അപകടങ്ങളുള്ളൂ. പക്ഷേ റോഡ് നന്നാകുമ്പോൾ നമ്മുടെ എല്ലാ അപകടങ്ങളും നമ്മൾ നിയന്ത്രണം തെറ്റിപ്പോകും. അതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ, ഇവിടെ ഇത്ര കാണാൻ പറ്റും മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഒരു കാരണവശാലും നമ്മുടെ സ്കൂൾ വാഹനം ഓടിക്കുന്നവരൊന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായ സംഭവമാണ്. ടെക്സ്റ്റ് ചെയ്തൊക്കെ പോകുന്നവരുണ്ട്, ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ ടൈപ്പ് ചെയ്ത്. ഇത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ വാഹനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് മൊബൈൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് വണ്ടി സൈഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് പോകാൻ പറ്റില്ല, ഫോൺ എത്തിയിട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ഹാബിറ്റ് അവർക്ക് ഉണ്ടാക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ഒരു പ്രത്യേക കാലഘട്ടം നമ്മൾ പോകുന്നത്. ഈ ആക്സിഡന്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ ആൾക്കാർ മരിക്കുന്ന പോലെ അല്ല റോഡ് അപകടങ്ങൾ മരിക്കുന്നത്. രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുന്ന ആരോഗ്യമുള്ള ഒരാളാണ്. ഒരാൾ മരണപ്പെടുന്നതോടുകൂടി, ഒരാൾക്കൊരു അംഗവൈകല്യം സംഭവിക്കുന്നതോടുകൂടി അയാളുടെ ഫാമിലി മുഴുവൻ തളർന്നു പോവുകയാണ്. ഇത്തരം നിസ്സാര കാര്യങ്ങൾ കൊണ്ട് കണ്ണൂരിൽ പോയാൽ കാണാം, അവിടെ ഒരു സ്കൂൾ നിൽപ്പുണ്ട്, 10 കുട്ടികളാണ് മരണപ്പെട്ടത്. 10 കുട്ടികൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ കരഞ്ഞു പോകും. അത്ര കുഞ്ഞുങ്ങളിങ്ങനെ സ്കൂൾ ബസ്സിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ നിരന്ന് ക്യൂ നിൽക്കാറുണ്ട്. സ്കൂൾ ബസ്സിലേക്ക് കയറാനായിട്ട് അതിനകത്തേക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ജീപ്പുകാരനെ ഇടിച്ച് കയറിയാണ് 10 കുട്ടികളാണ് മരണപ്പെട്ടത്. അവിടെ മണ്ഡപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായിട്ട്. അയാളുടെ ഒരു നിമിഷം അയാൾ ആ നിർത്തിയിട്ട് ഫോൺ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ കുട്ടികളെന്നുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കും പല തവണ നമ്മൾ ഫോൺ വിളിച്ചിട്ടുണ്ട്, പല തവണ ഞാൻ എനിക്ക് ഈസിയായിട്ട് പോകാൻ പറ്റും. പക്ഷെ അല്ല, ഒരു നിമിഷത്തിന് അശ്രദ്ധ മതി. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ മാത്രമല്ല മറ്റ് യാത്രികരും വരുന്നുണ്ട്. അവരിൽ നിന്ന് കൂടി സുരക്ഷിതരാവണം. വീട്ടിൽ നിന്ന് വഴക്കിട്ട് വരുന്നവര്, മദ്യപിച്ച് വരുന്നവര്, ഉറക്കക്ഷീണത്തിൽ വരുന്നവര്, അങ്ങനെ പലരും റോഡുണ്ടാകും. ആ സ്ഥലത്ത് ഏറ്റവും സേഫായിട്ട് വണ്ടി ഓടിക്കുന്നവരാണ് ഏറ്റവും മിടുക്കൻ. ഈ ഡ്രൈവിംഗില് സ്കില്ല് കാണിക്കുന്നതിൽ വലിയ മിടുക്കൊന്നുമില്ല. സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുന്നതിലാണ് മിടുക്കുള്ളത്. പിന്നെ ഇവിടെ 2-3 ട്രിപ്പായിട്ടല്ലേ സ്കൂൾ വണ്ടി എടുക്കാറുള്ളൂ അല്ലേ? രാവിലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് 2-3 ട്രിപ്പ് ഉണ്ടാകും. അപ്പൊ ലാസ്റ്റ് വരാനായിരിക്കും നിങ്ങൾ തിരക്ക് കൂട്ടുന്നതല്ലേ? ഏറ്റവും അവസാനം വരിക, വൈകിട്ട് നേരത്തെ പോവുക. നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഒരു ഗവൺമെന്റ് സ്കൂളാണ്, അധ്യാപകരുടെ ബുദ്ധിമുട്ട് കൂടി മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ തന്നെ ഒരു അറേഞ്ച്മെന്റ് അതിന് വേണ്ടി തയ്യാറാക്കുക. രാവിലെ എന്തായിരിക്കും അതിനുള്ള സൊല്യൂഷൻ? എന്തായിരിക്കും? ഇതാണ് സൊല്യൂഷൻ. രാവിലെ അവസാനം വരുന്നവർ വൈകിട്ട് നേരത്തെ പോകുന്ന ഒരു ഓപ്ഷൻ അല്ലെ? അതിനുവേണ്ടി തയ്യാറാക്കുക. അങ്ങനെ ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം ഒരു പ്രൈവറ്റ് സ്കൂളിനെ പോലെ എല്ലാ കുട്ടികളെയും എത്തിക്കും. പ്രൈവറ്റ് സ്കൂളുകളിൽ പോലും ഇപ്പം ഇല്ല. എല്ലാവരെയും കൃത്യമായിട്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ സഹകരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. പറയാം. പാസഞ്ചർ ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലേ? പാസഞ്ചർ ലിസ്റ്റ്, അതിൽ ഓടുന്ന കുട്ടികളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി അതിൽ സൂക്ഷിക്കണമാതിരി പറഞ്ഞല്ലേ? അത് ചെയ്യണം. പിന്നെ അതുപോലെ ഇത് സംബന്ധിച്ച നിങ്ങളുടെ കുട്ടികളുടെയോ നിങ്ങളുടെ ഭാഗത്തെയോ സംബന്ധിച്ച് ഇത്തരം റോഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫൻസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ മെയിലിലോ ഫോൺ നമ്പറിൽ വാട്സപ്പ് ആയിട്ടോ നമുക്ക് അയക്കാം. സേഫ് കേരള എന്ന് പറഞ്ഞൊരു ബൃഹത് പ്രോജക്റ്റ് ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് MPD ചെക്കിങ്ങിൽ നിങ്ങൾ റോഡെല്ലാം കാണുന്നത്. ഞങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് മാത്രമല്ല, ഇത്തരം റോഡ് ചെക്കിംഗ് ആണ് മെയിനായിട്ടുള്ളത്. ഞങ്ങൾ പൂർണ്ണമായിട്ടും റോഡിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സാഹചര്യം ഏത് സമയത്തും നിങ്ങളുടെ പേര്, ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് പേര് നിങ്ങൾ വെളിപ്പെടുത്താറില്ല.
കൃത്യമായിട്ട് അത് പരിഗണിക്കുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും സുരക്ഷിതമായ യാത്ര നേരുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ, നിങ്ങളോട് പങ്കെടുക്കുക. എല്ലാവർക്കും സുരക്ഷിതമായ യാത്ര നേരുന്നു. നല്ലൊരു അധ്യയന വർഷമായിരിക്കട്ടെ. ഇതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച എന്നെയും എൻ്റെ കൂടെ അജൻ സാറിനെയും ക്ഷണിച്ച അധ്യാപകർക്കും അതുപോലെ എന്നെ കേട്ട ഇത്ര നേരം എന്നോട് കേട്ട്